മധുരാഗ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മധുരാഗ് ബിൽഡിംഗ്, കണ്ണൂർ റോഡ്, ചകരകൽ. 2018 പ്രളയകാലം മുതൽ ആവർത്തിച്ചു വരുന്ന ദുരന്തങ്ങളിൽ ജനങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന സേനയായി പ്രവർത്തിക്കാൻ കേരള പോലീസിന് കഴിഞ്ഞെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. മാങ്ങാട്ടുപറമ്പിൽ കേരള ആംഡ് പോലീസ് 2-4 ബറ്റാലിയനുകളുടെ റിക്രൂട്ട് സേനാംഗങ്ങളുടെ സംയുക്ത പാസിംഗ് ഔട്ട് പരേഡിൽ സല്യൂട്ട് സ്വീകരിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. രാജ്യം തന്നെ വലിയ ഞെട്ടലോടെ കണ്ട വയനാട് ദുരന്തത്തിൽ അവിടെ രക്ഷാപ്രവർത്തനം നടത്താനായി എത്തിയ ഏതൊരു ഏജൻസിയോടും കിടപിടിക്കത്തക്ക രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കാൻ കേരള പോലീസിന് കഴിഞ്ഞുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ചില കാര്യങ്ങളിൽ മുന്നിലായിരുന്നില്ലേ എന്ന് ആരിലും സംശയം തോന്നിക്കുമാറുള്ള ഇടപെടലുകൾ പോലീസ് നടത്തി. ദുരന്തമുഖത്ത് സ്വന്തം ജീവൻ തൃണവൽഗണിച്ചുകൊണ്ട് അപ്പുറത്തുള്ളവരെ രക്ഷിക്കുക എന്ന ദൗത്യം ഏറ്റവും മികച്ച രീതിയിൽ എല്ലാവർക്കും ഏറ്റെടുക്കുവാൻ കഴിഞ്ഞു. അവിടെ ഒരു തരത്തിലുമുള്ള റാങ്ക് വ്യത്യാസവും ഉണ്ടായിരുന്നില്ല. എല്ലാവരും ഒരേ രീതിയിൽ തന്നെയാണ് പ്രവർത്തിച്ചത്. ഇതായിരുന്നു അവിടെ പങ്കെടുത്ത എല്ലാ സേനകളുടെയും പ്രത്യേകത. അതിൽ അഭിമാനിക്കത്തക്ക രീതിയിലുള്ള പ്രവർത്തനം പോലീസിന് കാഴ്ചവെക്കാൻ സാധിച്ചുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. എന്താണ് ഒരു ഡ്രൈവറുടെ കാര്യത്തിൽ ഇത്രയധികം ഒച്ചയും ബഹളവും ഉണ്ടാകുന്നത്? അത് ഇവിടുത്തെ ഒരു പോലീസുകാരന് ചോദിക്കാൻ കഴിയില്ല. കാരണം ഇവിടുത്തെ പോലീസിന്റെ രീതികളിൽ മാറിപ്പോയി. അത്രമാത്രം മാനവിക മുഖം പോലീസിന് വന്നില്ല. ഇപ്പോൾ 2 ദിവസമായി വരുന്ന വാർത്ത, ഒരു കുട്ടിയെ കാണാതായി. എത്ര മികവാർന്ന രീതിയിലുള്ള അന്വേഷണ സംവിധാനങ്ങളാണ് ഏർപ്പെടുത്തിയത്. ആ ശ്രദ്ധയുടെയും കരുതലിന്റെയും ഭാഗമായിട്ട് കൂടിയാണല്ലോ വിശാഖപട്ടണത്തിൽ വെച്ചിട്ട് ആ കുട്ടിയെ അവിടെയുള്ള ആളുകൾക്ക് കണ്ടെത്താൻ കഴിയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഇടപെടലുകൾ, ഒരു ചെറിയ പ്രശ്നം വന്നാൽ ആ കുഞ്ഞായാലും ആടായാലും ആരായാലും അത് നമ്മുടെ നാടിൻ്റെ ഭാഗമാണ്, നമ്മുടെ ഉത്തരവാദിത്വമാണ് എന്ന രീതിയിൽ കാണാനും പെരുമാറാനും ഇടപെടാനും കഴിയുന്ന തരത്തിലേക്ക് നമ്മുടെ പോലീസ് സേന മാറിക്കഴിഞ്ഞു. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി, എം വിജിൻ MLA, ആന്തൂർ നഗരസഭാ ചെയർമാൻ P മുകുന്ദൻ, സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് സാഹിബ്, ADGP ആംഡ് പോലീസ് ബറ്റാലിയൻ MR അജിത് കുമാർ, ആംഡ് പോലീസ് ബറ്റാലിയൻ DIGയുടെ അധിക ചുമതലയുള്ള G ജയദേവ്, KP 2 ബറ്റാലിയൻ കമാൻഡന്റ് R രാജേഷ്, KP 4 ബറ്റാലിയൻ കമാൻഡന്റ് അരുൺ K പവിത്രൻ എന്നിവരും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. 2023 നവംബറിൽ പരിശീലനം ആരംഭിച്ച KP 4 ബറ്റാലിയനിലെ 162, KP 2 ബറ്റാലിയനിലെ 152 സേനാംഗങ്ങൾ ഉൾപ്പെടെ ആകെ 314 പോലീസുകാരാണ് KP 4 ബറ്റാലിയൻ പരേഡ് ഗ്രൗണ്ടിൽ പാസിംഗ് ഔട്ട് പരേഡിൽ അണിനിരുന്നത്. KP 4 ബറ്റാലിയനിൽ നിന്നും പരിശീലനം കഴിഞ്ഞ പോലീസുകാരുടെ 32ാമത് ബാച്ചും KP 2 ബറ്റാലിയനിൽ നിന്നും ട്രെയിനിംഗ് കഴിഞ്ഞ പോലീസുകാരുടെ 31ാമത് ബാച്ചുമാണിത്. പവിത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പവിത്ര ബിൽഡിംഗ്, കണ്ണൂർ റോഡ്, ചകരകൽ, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.